ചേട്ടന്മാരെ, ഹായ് ചേച്ചിമാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രാണ. എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം പറയാനുണ്ട്. കൊറോണ വൈറസിനെ പറ്റി നിങ്ങൾക്ക് അറിയില്ലേ? അതിനൊരു മരുന്നും കണ്ടിട്ടില്ല. നിങ്ങൾ വീട്ടിൽ മോളിജ് പറഞ്ഞപ്പോൾ കെയർഫുൾ ആയിട്ട് ഇരിക്കണം. നിങ്ങൾ ഹെൽത്തിയുള്ള ഭക്ഷണം കഴിച്ചിട്ടാ വേണ്ടത് ഇരിക്കേണ്ടത്. അതെന്താണെന്ന് ഞാൻ പറയട്ടെ. ഫ്രൂട്ട്, വെജിറ്റബിൾ കൂട്ടി സൂപ്പ് കഴിച്ചാൽ നിങ്ങൾക്ക് എനർജി വരും. നിങ്ങളും അതേപോലൊക്കെ ചെയ്യണം. ഓക്കെ? ഇന്ന് നമ്മൾ എന്താ പുതിയ ഡിഷ് ഉണ്ടാക്കുന്ന അറിയോ? കളർ പൂരി. നമ്മൾ റെഡ് കളർ പൂരി ഉണ്ടാക്കും, ഗ്രീൻ കളർ പൂരി വെക്കാം. ആ റെഡ് കളറും ആ ഗ്രീൻ കളറും ഉണ്ടാക്കാൻ അമ്മൂമ്മ വെച്ചാലോ? അമ്മൂമ്മ നിങ്ങളോട് വരുമോ? അമ്മൂമ്മ ഗ്രീൻ പൂരി റെഡ് പൂരി എങ്ങനെ ഉണ്ടാക്കാൻ അറിയോ? ഗ്രീൻ പൂരി റെഡ് പൂരി വെജിറ്റബിൾസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുക. നമുക്ക് കണ്ണം പറഞ്ഞില്ലേ, ഇപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കണം, നിറയെ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കണം. അപ്പോൾ ഗ്രീൻ പൂരി ഉണ്ടാക്കുന്നത് ചീര വെച്ച്, പിന്നെ റെഡ് പൂരി വന്ന് ബീട്രൂട്ട് വെച്ചിട്ടുണ്ടാക്കും. അതെങ്ങനെയാ അമ്മൂമ്മ? അത് ബീട്രൂട്ട് ഉണ്ടല്ലേ? ബീട്രൂട്ട് വേവിച്ചിട്ട് അരച്ചെടുത്തിട്ടൊക്കെയാണ് ഉണ്ടാക്കുക. അത് നമുക്ക് പോയി അമ്മ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാക്കുക. എന്നാൽ നമുക്ക് പോയി ഉണ്ടാക്കി തുടങ്ങിയാലോ? അപ്പോൾ നമുക്ക് ആദ്യം ചീര കൊണ്ടുള്ള പൂരി, അതായത് ഗ്രീൻ കളർ പൂരി ഉണ്ടാക്കാം. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അമ്മ കൈയൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി ഇനി കൈ കൊണ്ട് ഇത് കുഴയ്ക്കണം. ആദ്യം തന്നെ ഈ ചീര വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഊറ്റിയിട്ട് അരച്ചെടുത്തതാണ് ഇത് പാലക് ചീര എന്ന് പറയും. ഏത് ചീര വേണമെങ്കിലും യൂസ് ചെയ്യാം, പക്ഷെ പാലക് ചീരയാണ് ഇതിന് ഏറ്റവും നന്നായിട്ട് യോജിക്കുക, ടേസ്റ്റ് ഉണ്ടാവുക. അതിന് ചെറിയ പുളിപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ചെയ്യാം. ഒരു ഇതിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിടണം. സോറി, ഇത് ഉപ്പ് കുറച്ചിട്ടാൽ മതി. പിന്നെ ഇത് റവ അതിന് നല്ല കരികരിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്, പൂരി നല്ല സ്ട്രോങ് ആയിരിക്കണ്ടേ, അതിന് വേണ്ടി 2 ടീസ്പൂൺ റവ ഇടുക. പിന്നെ ഇത് നല്ല മിക്സ് ചെയ്യും. ഇനി ഇതിൽ 1 സ്പൂൺ എണ്ണ ഒഴിക്കുക, ഏതെങ്കിലും ഒരു ഓയിൽ, നമുക്കിഷ്ടമുള്ള ഓയിൽ ഒഴിക്കാം. മുമ്പ് ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മളെപ്പോഴും വെളിച്ചെണ്ണയല്ലേ യൂസ് ചെയ്യുക, തലയിലല്ലടാ, കഴിക്കാനും വെളിച്ചെണ്ണയല്ലേ യൂസ് ചെയ്യുക. അപ്പോൾ അതോ ഒഴിക്കുക. പിന്നെ ഇനി ഇതിലേക്ക് ഇത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിലേക്ക് ഇത് കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്യണം. ആദ്യം സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യാം. നമ്മൾ ഈ ചീരയിൽ തന്നെ ഇതിട്ടിട്ട് മിക്സ് ചെയ്യാൻ നോക്കണം. ഇത് 2 കപ്പ് ഗോതമ്പ് മാവ്, 2 കപ്പ് ഗോതമ്പ് മാവ് 2 കപ്പ്. അത് ഇതിലിട്ടിട്ട് ഇങ്ങനെ നല്ല മിക്സ് ചെയ്യുക. കൈ കൊണ്ട് പതുക്കെ ആദ്യം ഇത് വെച്ചിട്ട് മിക്സ് ചെയ്യുക. ഇതിൽ വേണമെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കട്ടിയായിട്ട് കുഴച്ചെടുക്കണം. കണ്ടോ? കുഴച്ച് കഴിയുമ്പോൾ അതാ ഇങ്ങനെയാവും. ഇങ്ങനെ കുഴച്ച് അതാ ഇങ്ങനെ ഉരുട്ടി വയ്ക്കുക. അപ്പോൾ കണ്ട പച്ച കളർ കണ്ട, ഇതാ ഗ്രീൻ കളർ പൂരിയാവും. ഇനി ഇത് ഒരു 15 മിനിറ്റ് നേരം നമ്മളിങ്ങനെ നമ്മൾ അടച്ചു വയ്ക്കും. എന്നിട്ട് നമുക്ക് റെഡ് കളർ പൂരിക്കുള്ളത് കുഴയ്ക്കാം. ഓക്കെ, നമ്മൾ ഇത് അടച്ചു വെച്ചിട്ട് വരാം. ബീട്രൂട്ട് വേവിച്ച് അരച്ചത്, ഒരു ഇടത്തരം ഒരു ചെറിയ ബീട്രൂട്ട് വേവിച്ച് വെച്ചത്. ഇതൊരു അരക്കപ്പ് വരും. അരച്ച് കഴിയുമ്പോൾ ഒരു അരക്കപ്പ് വരും. അരക്കപ്പ് അളവിൽ ഇത് ആദ്യം ഇത് ഇടുക ഇതിലേക്ക്.
പക്ഷേ ആ സ്പൂൺ കൊണ്ട് എടുത്താലേ അത് ഇതാവും. 2 സ്പൂൺ വേണം. ഓ 2 സ്പൂൺ നിറച്ചായില്ലല്ലോ, ഇത്തിരി കൂടി വേണം. ശരി, ഇനി ഉപ്പിടണം. ശകലം ഉപ്പ് മതി. ഇനി ഓയിൽ ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കണം. അതിങ്ങനെ നേരത്തെ പച്ചപ്പൂരി ഉണ്ടാക്കാൻ എടുത്ത പോലെ 2 കപ്പ് ഗോതമ്പ് മാവ്. ഇത് കുറേശ്ശെ പിണുസ് കുറേശ്ശെ ഇട്ടതാ മുമ്പ് ഇളക്കാം. അത് വേണ്ട, അത് നല്ല കുഴച്ച് കഴിഞ്ഞപ്പോൾ അതിങ്ങനെയായി. ഇപ്പോൾ നമ്മൾ പച്ചപ്പൂരിക്ക് നേരത്തെ കുഴച്ച് വെച്ചില്ലേ, അതേപോലെ ഇതും കുഴച്ച് ഇനി ഇത് കുറച്ച് ഒരു അരമണിക്കൂർ നേരം അടച്ചു വയ്ക്കണം. പൂരി ഉണ്ടാക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഓക്കെ, ഇത് നമ്മളപ്പോൾ കുഴച്ച് വെച്ചില്ലേ, അതൊക്കെ ചെറിയ പൂരി ഉണ്ടാക്കാൻ ചെറിയ ഉരുളയാക്കിയിട്ട് എടുത്തതാണ്. ഇനി ഇത് പരത്തിയെടുക്കണം. പ്രണൂസ് അമ്മ ഹെൽപ്പ് ചെയ്യോ? ഹായ്, അമ്മ സൂപ്പറായിട്ട് നല്ല കളർ പൂരി ഉണ്ടാക്കി തന്നല്ലോ. ഒട്ടും എണ്ണയില്ലല്ലോ. നിങ്ങൾ വീട്ടിൽ കളർ പൂരി ഉണ്ടാക്കി നോക്കണോ? എനിക്ക് നിങ്ങൾ കമൻ്റ് അയക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലും ഞെക്കണം. See you soon. Bye bye. Bye bye.